നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന തൃശൂർ സ്വദേശി രാഗേഷാണ് മരിച്ചത്. രാഗേഷിന് 85% പൊള്ളലേറ്റിരുന്നു. ഇതോടെ വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 17 ആയി. എടപ്പാൾ സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ ഇന്നലെ മരിച്ചിരുന്നു. വെടിക്കെട്ട് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തിരുവമ്പാടിയുടെ വെടിക്കെട്ട് കരാറുകാരൻ മുണ്ടത്തിക്കോട് സതീശനും കഴിഞ്ഞ ദിവസം മരണത്തിന് കീഴടങ്ങിയിരുന്നു. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിന് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിച്ചിരുന്ന മുണ്ടത്തിക്കോട്ടെ ശാലയിൽ ഏപ്രിൽ 21-ാം തീയതിയാണ് വൻ സ്ഫോടനമുണ്ടായത്. വലിയ സ്ഫോടന ശബ്ദം കിലോമീറ്ററുകൾക്കിപ്പുറവും കേട്ടു. വെടിക്കെട്ടുശാല പ്രവർത്തിച്ചതിന് സമീപത്തെ പാടശേഖരത്തിൽ ശരീരഭാഗങ്ങൾ ചിന്നിച്ചിതറി. 500 മീറ്റർ അകലെ വരെ ശരീരഭാഗങ്ങൾ തെറിച്ചു വീണിരുന്നു. സംസ്ഥാനത്ത് പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം വരുന്നു. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിലാണ് വൈദ്യുതി നിയന്ത്രണം നടപ്പിലാക്കുക. 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നിയന്ത്രണം ഉണ്ടാകും. ലോഡ് കൂടുന്നതിനനുസരിച്ച് പ്രാദേശികമായി നിയന്ത്രണം ഏർപ്പെടുത്തും. സാധ്യമായ സമയത്ത് SMS വഴി അറിയിക്കുമെന്നും KSEB അറിയിച്ചു. കേരളത്തിൽ കടുത്ത ചൂട് അനുഭവപ്പെടുന്നതിനിടെയാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. വൈദ്യുതി നിയന്ത്രണമില്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്നും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സഹകരണം ഉണ്ടാകണമെന്നുമാണ് KSEB അഭ്യർത്ഥിക്കുന്നത്. പ്രഖ്യാപനമില്ലാതെ പലയിടങ്ങളിലും വൈദ്യുതി മുടങ്ങുന്നത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിനിടെയാണ് വൈദ്യുതി നിയന്ത്രണം ഉണ്ടാകുമെന്ന് KSEB അറിയിച്ചിരിക്കുന്നത്. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന രീതിയിൽ വൈദ്യുതി ഉപയോഗം നിയന്ത്രിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 6 മണി മുതൽ 11 മണി വരെയുള്ള സമയങ്ങളിലാണ് വൈദ്യുതി ഉപയോഗം ഏറ്റവും കൂടുതലുള്ളത്. അതത് പ്രദേശത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് 15 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെയാണ് വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുക. തൃശൂർ പൂരത്തിന് സമാപനമായി. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥന്റെ ശ്രീമൂലസ്ഥാനത്തെത്തി ഉപചാരം ചൊല്ലി പിരിഞ്ഞതോടെയാണ് 36 മണിക്കൂർ നീണ്ടുനിന്ന പൂരാഘോഷത്തിന് സമാപനമായത്. അടുത്ത വർഷത്തെ പൂരം ഏപ്രിൽ 17-നാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് ഇത്തവണ വെടിക്കെട്ട് ഒഴിവാക്കുകയും കുടമാറ്റം 15 മിനിറ്റാക്കി കുറയ്ക്കുകയും ചെയ്തിരുന്നു. ചരിത്രപ്രസിദ്ധമായ കാട്ടകാമ്പാൽ പൂരം ഇന്ന് ആഘോഷിക്കുന്നു. ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം വലിയമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു വയ്ക്കും. യുദ്ധത്തിന് തടസ്സം നേരിടാതിരിക്കാൻ ഗണപതിക്കിഴൽ ചടങ്ങ് നടത്തും. പ്രാദേശിക പൂരങ്ങൾ 3:30 മുതൽ ക്ഷേത്ര പ്രദക്ഷിണം നടത്തും. 5:30 നടക്കുന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ 40ഓളം ആനകൾ അണിനിരക്കും. പാണ്ഡിമേളം തുടങ്ങുന്നതിനിടെ കാളി ദാരികർ ക്ഷേത്രത്തിലെത്തും. തേരിലേറി ക്ഷേത്രത്തിലേക്ക് പട നയിക്കുന്ന കാളിയും ദാരികനും മതിലകത്ത് വാക്പോര് നടത്തും. പേടിച്ചോടുന്ന ദാരികൻ മായയിൽ മറയുന്ന സങ്കല്പത്തോടെ പകൽപൂരം സമാപിക്കും. ചൊവ്വാഴ്ച പുലർച്ചെ പാലക്കൽ കാവിലെത്തുന്ന ഭഗവതിയെ കാളിയും ദാരികരും പറവെച്ച് സ്വീകരിക്കും. തുടർന്ന് ക്ഷേത്രത്തിലെത്തി മതിലകത്തേക്ക് നീങ്ങുന്ന കാളിയും ദാരികരും പോര് തുടങ്ങും. പേടിച്ചോടുന്ന ദാരികനെ കണ്ടെത്തി വധിക്കുന്നതിന് സമാനമായി ധാരിക കിരീടവുമായി കാളി ആൽത്തറയിലേക്ക് മടങ്ങുന്നതോടെയാണ് പൂരത്തിന് സമാപനമാവുക. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള ചാലിശ്ശേരി അങ്ങാടി മോർ അത്താനാസിയോസ് കുടുംബ യൂണിറ്റ് വാർഷികം നടത്തി. ഞായറാഴ്ച അരിമ്പൂർ ടൈറ്റസ് ഡേവിഡ് ഭവനത്തിൽ നടന്ന വാർഷികം ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കോ പൂവത്തുമണ്ണിൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി CU ശലമോൻ അധ്യക്ഷനായി. ഓമന ജോസ് റിപ്പോർട്ട് വായിച്ചു. സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കുടുംബ യൂണിറ്റ് കോർഡിനേറ്റർ ജിനു നോബി, ജോബിൻ ജോണി എന്നിവർ സംസാരിച്ചു. 2026-27 വർഷത്തിലേക്ക് പുതിയ ഭാരവാഹികളായി വൈസ് പ്രസിഡന്റ് ഓമന ജോസ്, സെക്രട്ടറി ഗീവർ സൈമൺ, ജോയിന്റ് സെക്രട്ടറി ജെയ്സൺ ചീരൻ, ട്രഷറർ വിൽസൺ പുലിക്കോട്ടിൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായി സിബി ജോബ, പ്രമീള ജെയ്സൺ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു. ലേലം വിളി, വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വിശ്വാസക്കടലായി മാറിയ പ്രദക്ഷിണത്തോടെ പാവർട്ടി വിശുദ്ധ യൗസേപിതാവിന്റെ തീർത്ഥകേന്ദ്രത്തിൽ ശതോത്തര സുവർണ ജൂബിലി തിരുനാളിന് ഭക്തിനിർഭരമായ സമാപ്തി. 150-ാം തിരുനാളിന്റെ ഭാഗമായുള്ള സമാനതകളില്ലാത്ത പ്രദക്ഷിണം പാവർട്ടിയുടെ വീഥികളെ പ്രാർത്ഥനാമയമാക്കി. ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് നടന്ന ആഘോഷമായ പാട്ടുകുർബാനയോടെയാണ് സമാപന ചടങ്ങുകൾക്ക് തുടക്കമായത്. ഫാദർ ജിഫി മേക്കാട്ടുകുളത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ബലിയർപ്പണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കുചേർന്നു. ബലിയർപ്പണത്തെ തുടർന്ന് നാടിന് ഭക്തിയുടെ പുളകം ചാർത്തിക്കൊണ്ട് മഹാപ്രദക്ഷിണം ആരംഭിച്ചു. തീർത്ഥകേന്ദ്രത്തിന്റെ 150-ാം വാർഷികത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്ന രീതിയിലായിരുന്നു പ്രദക്ഷിണത്തിന്റെ ക്രമീകരണം. സ്വർണ്ണ കുരിശുകൾ വിശ്വാസത്തിന്റെ തിളക്കമായി. പട്ടുകുടകളും പേപ്പൽ കുടകളും വർണ്ണശോഭയോടെ പ്രദക്ഷിണത്തിന് രാജകീയ പ്രൗഢി നൽകി. ലില്ലിപ്പൂക്കൾ വിശുദ്ധ യൗസേപിതാവിന്റെ വിശുദ്ധിയുടെ പ്രതീകമായി. പ്രദക്ഷിണവീഥിയിലുടനീളം ഡ്രോൺ ഉപയോഗിച്ച് നടത്തിയ പുഷ്പവൃഷ്ടി 150-ാം വാർഷികാഘോഷത്തെ ആധുനികതയും ഭക്തിയും ചേർന്ന മനോഹരമായ അനുഭവമാക്കി മാറ്റി. പള്ളിയിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണം കോൺവെന്റ് റോഡിലൂടെ നീങ്ങി പാവർട്ടി സെന്റർ ചുറ്റി പള്ളി നടയിലൂടെ തിരികെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു.
പ്രദക്ഷിണ വീതിയിലുടനീളം വിശ്വാസികൾ പ്രാർത്ഥനാപൂർവ്വം അണിനിരന്നു. തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, സഹവികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാഴൂർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കൈക്കാരന്മാരായ ഒ.ടി. ജോസഫ് ലിയോ, കെ.എം. ജോസൻ, ജെയ്സൺ വടക്കൂട്ട്, കെ.ജെ. ബാബു എന്നിവർ ആഘോഷങ്ങളുടെ വിജയകരമായ നടത്തിപ്പിന് ചുക്കാൻ പിടിച്ചു. 150 വർഷത്തെ വിശ്വാസ പാരമ്പര്യം മുറുകെ പിടിക്കുന്ന പാവർട്ടി തീർത്ഥകേന്ദ്രത്തിന് ഈ ജൂബിലി തിരുനാൾ ഒരു പുത്തൻ അധ്യായമായി മാറി. പ്രാർത്ഥനയും ആഘോഷവും ഒരുപോലെ സമന്വയിപ്പിച്ച തിരുനാളാഘോഷം പാവർട്ടിയുടെ ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ കുറിക്കപ്പെടും. കാട്ടുകാമ്പാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൂരത്തിന് ഡിവൈഎഫ്ഐ കാട്ടുകാമ്പാൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലാസ്റ്റിക് കുപ്പികൾ നിക്ഷേപിക്കാൻ മുളകൊണ്ട് നിർമ്മിച്ച കുടകൾ സ്ഥാപിച്ചു. ഡിവൈഎഫ്ഐ മുൻ പഞ്ചായത്ത് സെക്രട്ടറിയും ചിറക്കൽ വാർഡ് മെമ്പറുമായ സന്തോഷ് കൊളത്തേരി ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കാട്ടുകാമ്പാൽ മേഖലാ ട്രഷറർ അനുമോൻ സി തമ്പി, കമ്മിറ്റി അംഗങ്ങളായ കെ ബിജിത്ത്, പി.ജെ. സിജോ തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്ലാസ്റ്റിക് കുപ്പികൾ അലക്ഷ്യമായി വലിച്ചെറിയാതെ ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഗജവീരന്മാർ അണിനിരക്കുന്ന ഗ്രൗണ്ടിലും പടിഞ്ഞാറു ഭാഗത്തും സ്ഥാപിച്ച കുട്ടകളിൽ നിക്ഷേപിക്കാൻ പൂരാസ്വാദകർ ശ്രദ്ധിക്കണമെന്നും നാടിന്റെ ആഘോഷങ്ങളിൽ ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഡിവൈഎഫ്ഐ പോലുള്ള സംഘടനകൾ മുന്നോട്ട് വരുന്നത് അഭിനന്ദനീയമാണെന്നും വാർഡ് മെമ്പർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ചിറക്കൽ നേർച്ചയ്ക്കും വല്ലം കെട്ടി മാതൃകാ പ്രവർത്തനം ഡിവൈഎഫ്ഐ ചെയ്തിരുന്നു. വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഏകാദശി ആഘോഷിച്ചു. വൈശാഖ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഏകാദശിയായി ആഘോഷിക്കുന്നത്. ക്ഷേത്ര മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകളും ഉണ്ടായി. ഏകാദശി വ്രതം പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ കെ അരവിന്ദാക്ഷന്റെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി ക്ഷേത്ര സംസ്കൃതിയിൽ സമ്പൂർണ്ണ നാരായണീയ പാരായണം, ഭാഗവത സപ്താഹം, കൃഷ്ണനാട്ടം, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, നൃത്യങ്ങളും അരങ്ങേറി. ക്ഷേത്രത്തിലെ 23ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മെയ് 10 മുതൽ 17 വരെ നടക്കും. ഏപ്രിൽ 18 മുതൽ മെയ് 16 വരെ നടക്കുന്ന വൈശാഖ മാസത്തിലാണ് ക്ഷേത്ര ഏകാദശി ആഘോഷിച്ചത്. ഏകാദശി ആഘോഷങ്ങൾക്ക് കുറൂരമ്മ ക്ഷേത്രം ആൻഡ് റിലീജിയസ് ട്രസ്റ്റ് നേതൃത്വം നൽകി. തൂവാനൂർ ശ്രീ പാലത്തും ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനത്തിന്റെയും പൂരമഹോത്സവത്തിന്റെയും ഭാഗമായുള്ള കലാപരിപാടികൾക്ക് തുടക്കമായി. ഞായറാഴ്ച വൈകിട്ട് സാംസ്കാരിക സദസ്സോടെയാണ് കലാപരിപാടികൾക്ക് തുടക്കമായത്. ജ്ഞാചാര്യൻ സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി, മേൽശാന്തി കെ ഗോപകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ അധ്യക്ഷനായി. ക്ഷേത്രം രക്ഷാധികാരി ബാബുരാജ് കേച്ചേരി ആമുഖപ്രഭാഷണം നടത്തി. സിനിമാ സീരിയൽ നടൻ ചന്ദ്രോത്ത് ചന്ദ്രശേഖരൻ പ്രായത്തിന്റെയും ശാരീരിക ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികൾക്കിടയിലും യാത്രകളിലൂടെ നവമാധ്യമങ്ങളിൽ താരമായ ചൂണ്ടൽ തായങ്കാവ് ഇടവനവീട് സാവിത്രിയമ്മ, ക്ഷേത്രം ജീവനക്കാരൻ കൊച്ചുണ്ണി നായർ എന്നിവരെ ആദരിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം PM ഉമ്മർ, മാതൃസമിതി സെക്രട്ടറി അശ്വതി വിജയനാരായണൻ, ദൃശ്യനാരായണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് തിരുവാതിരക്കളി, നൃത്തങ്ങൾ, വീരനാട്യം തുടങ്ങിയ കലാപരിപാടികളുടെ അവതരണവും നടന്നു. തിങ്കളാഴ്ച തിരുവാതിരക്കളി, വീരനാട്യം, നൃത്തങ്ങൾ തുടങ്ങിയവ അരങ്ങേറും. സ്പോർട്സ് ആണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി ഒരുമനയൂർ പ്രീമിയർ ലീഗിന്റെ 16ാമത് സീസണിന് മാങ്ങോട്ട് ഗ്രൗണ്ടിൽ തുടക്കമായി. അബു 11, വാരിയേഴ്സ് 11, ഷിഫ 11, ആർമി 11 എന്നീ 4 ടീമുകളാണ് ഒരുമനയൂർ പ്രീമിയർ ലീഗ് ട്രോഫിക്കായി മാറ്റുരയ്ക്കുന്നത്. ഒരുമനയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ ഉദ്ഘാടനം ചെയ്തു. OPL ചെയർമാൻ മുത്തു ഒരുമനയൂർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നഷ്ര മുഹമ്മദ് മുഖ്യാതിഥിയായി. RK ഷെജിൽ, അനസ്, സുബിജിത്ത്, ഇസ്കന്ദർ, ബിജീഷ് പോൾഗാനോ തുടങ്ങിയവർ സംസാരിച്ചു. സൈഫുദ്ദീൻ സ്വാഗതവും ഹനീഫ നന്ദിയും പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,155 രൂപ, പവന് 1,13,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 260 രൂപ. ചരമം കാണിപ്പയ്യൂർ പാൽ സൊസൈറ്റിക്ക് സമീപം പരേതനായ മേക്കപ്പാട്ട് വേലായുധൻ ഭാര്യ ലക്ഷ്മി നിര്യാതയായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11 മണിക്ക് നടത്തും. സുബ്രഹ്മണ്യൻ, സുന്ദരി, അജിതൻ, പരേതനായ നാരായണൻ, വനജ, സുരഭി എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.